ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാലചന്ദ്രൻ എല്ലാവരുമായിട്ട് ഇരുന്നപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഇനി ഈ അലീനയ്ക്ക് ഇനി വേറെ ആരും വേണ്ടല്ലോ, ഇനി ഞാനും വേണ്ട, ഇപ്പോൾ അനിയത്തിമാരായി അനിയനായി എല്ലാവരും കൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എനിക്കിപ്പോഴാണ് എനിക്ക് സന്തോഷമായത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അതെ, അച്ഛന് ഞങ്ങൾക്ക് അച്ഛനായിട്ടും ചേച്ചി ഞങ്ങൾക്ക് ചേച്ചിയായിട്ടും ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അച്ഛൻ ഇത്ര അസൂയെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, എനിക്ക് ഇങ്ങനെ കാണാനായിരുന്നു ഇഷ്ടം, അത് ഇപ്പോൾ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീനയാണെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുക. ഇത് കാണുമ്പോഴത്തേക്കും അവിടെ വൈജയന്തി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെ വരുമെന്ന് വൈജയന്തി പോലും മനസ്സിലാക്കിയിരുന്നില്ല. വൈജയന്തിക്ക് ഭയങ്കര സങ്കടം തോന്നുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വൈജയന്തി ആ വീട്ടിലെ ഒറ്റയ്ക്കായ ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അങ്ങനെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഈ വീട്ടിലെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഞാൻ. മക്കളും നിങ്ങളെ കൈക്കലാക്കിയിട്ടല്ലേ, എന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയല്ലേ നിങ്ങളിതെല്ലാം കാണിക്കുന്നത്? ഞാൻ ഇനി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവുക. നീ പോവാനോ? ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട. രോഹിത്തിൻ്റെ കാര്യം മനസ്സിലായല്ലോ, അതെങ്ങനെയെങ്കിലും ഒരു വഴിക്ക് കൊണ്ടുവരാൻ നോക്കുക. അതിനിടയ്ക്ക് അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോഴത്തേക്കും വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ മാറ്റി പറയേണ്ട ഒരാവശ്യമില്ല. ഞാൻ പറയുന്നത് ഈ അലിയനടുത്ത് ഇവർക്ക് ഇപ്പോൾ എന്താ ഇത്ര സ്നേഹം തോന്നാൻ കാരണം? അതോ നിനക്ക് തോന്നുന്നില്ലല്ലോ, നിനക്ക് കാണുന്നില്ലേ നിൻ്റെ മക്കൾ അവളുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്? അത് കണ്ടെങ്കിൽ നീ പെരുമാറ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ കാണുന്നുണ്ട് ഇതെല്ലാം എന്തിൻ്റെ കാര്യമാണെന്ന്. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല, ഓരോരോ പ്രവൃത്തി കാരണമാണ്. അതെല്ലാം അവർക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ വൈജയന്തിയുടെ അടുത്ത്. ഇത് കേട്ടതും വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങൾ ഓരോ ന്യായങ്ങൾ എനിക്ക് കേൾക്കാനൊന്നും താല്പര്യമില്ല. എനിക്കാണെങ്കിൽ ആവശ്യത്തിന് സ്വത്തും എല്ലാം ഉള്ളതാണ്. എൻ്റെ വീട്ടിൽ തറവാട്ടിലാണെങ്കിൽ എനിക്കും കൂടെ അവകാശമുള്ള വീടാണ്. ബാങ്ക് ബാലൻസും 150 പവൻ്റെ ഉരുപ്പടിയും എല്ലാം ഉള്ളതാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് ആരെ വകവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരു കാര്യവുമില്ല. നിനക്ക് നല്ലൊരു മനസ്സില്ലല്ലോ. അതുമാത്രമല്ല, എങ്ങനെ പെരുമാറണമെന്നോ എങ്ങനെ സ്നേഹിക്കണമെന്നോ നിനക്കതൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വൈജയന്തിയാണെങ്കിൽ ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കിതൊന്നും കേൾക്കാനും ഒന്നും വയ്യ. ഞാനാണെങ്കിൽ കേട്ട് മടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. വീണ്ടും നിങ്ങളിത് എന്നെ ആലോചിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആലോചനയോ? എന്താലോചന? നീ രോഹിത്തിനെക്കുറിച്ച് എന്തെങ്കിലും നീ ആലോചിച്ചിട്ടുണ്ടോ? അവനിപ്പോൾ എന്താ അവസ്ഥയെന്ന് നിനക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ്റെ കോളേജിൽ ഞാൻ പോയിരുന്നപ്പോഴത്തേക്കും ചോദിച്ചു, എന്താ വീട്ടുകാരൊക്കെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ അവൻ ഇങ്ങനെ ആയതെന്നാണ് എന്നോട് ചോദിച്ചത്. അങ്ങനെ അലീനയുടെ അടുത്തും ഇത് പറയുന്നുണ്ട്. കോളേജിൽ പോയിട്ട് വന്ന ഉടനെ പറയുന്നുണ്ട്, ഇനി എന്തായാലും അവിടെ പഠിക്കാൻ പറ്റില്ല. പ്രിൻസിപ്പൾ വളരെ ചൂടിലാണ് നിൽക്കുന്നത്. ഇനി ബിഷപ്പ് ഹൗസിൽ പോയിട്ട് അച്ഛൻ്റെ സംസാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും തീരുമാനമാവുള്ളൂ എന്നും പറഞ്ഞിരിക്കുക. അങ്ങനെ അലീന പറഞ്ഞു, അതിനെന്താ, അവിടെ പോവാമല്ലോ, അവിടെ പോയിട്ട് ഞാൻ സംസാരിക്കാം. പേടിക്കണേ എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. അതോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ നീ പോയി സംസാരിക്ക് എന്ന് ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് പറയുന്നു. അങ്ങനെ അലീനയ്ക്ക് വരെ പറയാൻ തോന്നി ഞാൻ പറഞ്ഞപ്പോൾ, നിനക്ക് അതിനെക്കുറിച്ചൊന്നും അറിയണ്ടല്ലോ, നിനക്ക് നിൻ്റെ കാര്യം മാത്രം എന്ന് ബാലചന്ദ്രൻ വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട്. വൈജയന്തി പറയുക, ഏത് കാര്യം വന്നാലും ഇപ്പോൾ അറിയുന്ന അലീനയാണല്ലോ, ഞാൻ ഈ വീട്ടിൽ ആരല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നീയായിട്ട് വരുത്തി വെച്ച കാര്യമല്ലേ, അതുകൊണ്ട് എനിക്കിതിൽ ഒന്നും പറയാനില്ല എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോള് പറയുന്നുണ്ട്, എന്തായാലും ചേച്ചിക്ക് സുഖമില്ലാത്തതല്ലേ, പോയി റെസ്റ്റ് എടുത്തോ കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് കൃഷ്ണ കൊണ്ടുപോകുന്നുണ്ട് അലീനയെ. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അലീന പോകുന്നുണ്ട്. അങ്ങനെ കൃഷ്ണയും പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇന്ന് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, അതുകൊണ്ട് റെസ്റ്റ് എടുത്ത് ഇവിടെ തന്നെ ഇരുന്നോണം കേട്ടോ എന്നൊക്കെ വീണ്ടും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പുറത്ത് ഹോണി ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. അങ്ങനെ പുറത്ത് ആരാ നോക്കാൻ വേണ്ടി പോയി നോക്കിയത് രോഹിത്തായിരുന്നു. രോഹിത്ത് പോയിട്ട് വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും അവിടെ പുറത്ത് നിൽക്കുന്നത് ശരണ്യയും ശരണ്യയുടെ അമ്മയും കൂടെയാണ്. ഇത് കണ്ടതും ഞെട്ടി കതക് തുറന്നിട്ട് നിൽക്കുക രോഹിത്ത്.
രോഹിത്തിൻ്റെ മനസ്സിൽ പണ്ട് നടന്ന ആ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. താൻ കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുക ആ കുട്ടിക്ക് എന്ന് വരെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അവരടുത്ത് ആദ്യം കണ്ട ഉടനെ എല്ലാ തെറ്റിനും മാപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. അത് ഞാനല്ലേ മാപ്പ് പറയേണ്ടത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും കൂടെ നിന്ന് ഇല്ലേ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടി വന്നു, അതുകൊണ്ട് ഞാനും ഒരു കാരണക്കാരനായതല്ലേ എന്ന് രോഹിത്ത് പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം അലീനയെ ആ ശരീരത്തിനടുത്തുള്ള സ്നേഹവും അതുപോലെ തന്നെ അവർക്ക് കൊടുത്ത ഉറപ്പും കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അലീനയെ കാണാൻ വേണ്ടിയാണ് എല്ലാവരും കൂടെ വന്നിരിക്കുന്നത്. അങ്ങനെ വന്നിട്ട് അവർ നല്ലതുപോലെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണ ബാലചന്ദ്രൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് അന്നത്തെ ആ രോഹിതയുടെ പ്രശ്നത്തിലുണ്ടായ ആ ശരണയും അമ്മയും അതുപോലെ തന്നെ വേറൊരാളും കൂടെ കാണാൻ വന്നിരിക്കുക. അവരെന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ അടുത്ത് പോയിട്ട് മാപ്പ് പറയും പോലെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. നിങ്ങൾ കാരണമാണ് കോടതിയിൽ സത്യം തുറന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ മകൻ ഇന്ന് ഇവിടെ നിൽക്കുന്നേ, അല്ല എങ്കിൽ അവൻ ഇന്ന് ജയിലിലായിരിക്കുമായിരുന്നു. ഈ കടപ്പാട് എങ്ങനെ ഞാൻ ഇനി തീർക്കും നിങ്ങളുടെ അടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ഉടനെ പറയുന്നു, എന്തായാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളുടെ ഏതൊരു കാര്യത്തിനും ഉണ്ട് എന്ന് ബാലചന്ദ്രൻ അവരുടെ അടുത്ത് ഉറപ്പ് നൽകുന്നു. അങ്ങനെ അകത്ത് പനിയായിട്ട് കിടക്കുന്ന അലീനയെ കാണാൻ വേണ്ടി ഓടിപ്പോകുന്നുണ്ട് ശരണ്യ. അങ്ങനെ ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്തായാലും ഞാനിനി ഇവിടെ നിന്നോട്ടെ എന്ന് ശരണ്യ തമാശയോട് ചോദിക്കുന്നുണ്ട്. അതിവിടെ നിന്നോ, എനിക്ക് സമ്മതം തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് സമ്മതമാണെങ്കിൽ ഈ വീട്ടിലെ എല്ലാവർക്കും സമ്മതമാണ്. അതുമാത്രമല്ല എല്ലാവരും കഴിച്ചിട്ടേ ഇവിടുന്ന് പോവാറുള്ളൂ എന്നും പറയുന്നുണ്ട്. എനിക്ക് ഇവിടുത്തെ സ്വീകരണം കണ്ടപ്പോഴേ മനസ്സിലായി അലീനയ്ക്ക് ഈ വീട്ടിലുള്ള എല്ലാ രീതിയിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും നല്ല സ്നേഹമുള്ള കുട്ടിയാണെന്ന് മനസ്സിലായിട്ടുണ്ട് അലീന. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണെന്നും എനിക്ക് മനസ്സിലായി. ഈ വീട്ടിലെ എല്ലാവരും വളരെ സന്തോഷത്തിലാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ന് ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട് അലീനയുടെ അടുത്ത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് ഈ വീട്ടിലെ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്, അതുപോലെ തന്നെ നിങ്ങൾക്കും ഇവിടെ എപ്പം വേണമെങ്കിലും വരാം, ആരും ഒന്നും പറയില്ല എന്ന് അലീന പറയുന്നുണ്ട്. ഇത് കേട്ടത് സന്തോഷത്തോടെ ശരണ്യ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നില്ല, ഇവിടെ തന്നെ താമസിക്കാൻ പോവുക. അങ്ങനെ അലീന പറഞ്ഞു, അതിന് കുഴപ്പമെന്താ, ഇവിടെ എപ്പോൾ വേണമെങ്കിൽ വന്ന് താമസിക്കാം, ഇവിടെ നിന്നോ, എൻ്റെ സ്വാതന്ത്ര്യം പോലെ നിനക്കും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇത് കേട്ടത് ബാലചന്ദ്രൻ പറയുക, അത് ശരിയാ, അലീന മോളെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് ശരണ്യയും എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ വിചാരിച്ചു വന്നപ്പോൾ ഞങ്ങളെ ഈ വീട്ടിൽ പോലും കയറ്റില്ല എന്നാണ് വിചാരിച്ചത്, എന്നാൽ ഇത്രയും സ്വീകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ രോഹിത്താണെങ്കിൽ വിഷമത്തോടെ നിൽക്കുക, എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ. എന്തായാലും അവിടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ പ്രശ്നവും രോഹിത് ഒരു കാരണമായല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നമ്മളിവിടെ വന്നതല്ലേ, ഇനി ഞങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇനി ശരണ്യ കുറച്ച് ദിവസം ഇവിടെ നിൽക്കണമെന്ന് അവൾക്കൊരാഗ്രഹം പ്രകടിപ്പിച്ചു, അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്, അതിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതിനെന്താ, അവൾക്ക് എപ്പോഴും വേണമെങ്കിലും ഇവിടെ വന്ന് നിൽക്കാം, ഞങ്ങൾക്ക് ഒരു മോളെപ്പോലെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും ശരണ്യ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് അലീന ചേച്ചിയുടെ അടുത്ത് നിൽക്കാൻ ഒരു ഇഷ്ടം തോന്നിയിട്ടാണ് ഇവിടെ വന്നത്, അമ്മയുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഒന്ന് കണ്ടിട്ട് പോവാമെന്ന്, എന്തായാലും വന്ന് കണ്ടല്ലോ, അത് എന്നെ വളരെ സന്തോഷം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോള് എല്ലാവരുമായിട്ട് മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും അവിടെ വൈജയന്തി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇന്നലെ കൃഷ്ണയെടുത്ത് പറയുന്നുണ്ട്, ആരെ ഇവരൊക്കെ ഈ വീട്ടിനകത്ത് കയറ്റിയത്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ അലീനയെ കാണണമെന്ന് പറഞ്ഞ് ആരും ഇവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോള് പറയുന്നുണ്ട്, എന്തായാലും അമ്മയ്ക്ക് ഇവരെ മനസ്സിലായില്ലേ, രോഹിതയുടെ പ്രശ്നത്തിൽ മുഖ്യ കാരണമായവരാ ഇവരെല്ലാവരും, അതുകൊണ്ട് ആരും ഒന്നും ബഹളം വയ്ക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അച്ഛനും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ആരും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ വൈജയന്തിയുടെ അടുത്ത് പോകുന്നുണ്ട്. എന്തായാലും അവർ വന്നിട്ട് പോട്ടെ, ഒരു അക്ഷരം മിണ്ടരുത്, മിണ്ടിയാൽ എൻ്റെ സ്വഭാവം അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. നിൻ്റെ മകൻ ഇന്നും ഇവിടെ നിൽക്കുന്നതിന് കാരണം അവരാ,
അതുകൊണ്ട് അല്ലെങ്കിൽ ജയിലിലായിരിക്കുമായിരുന്നു, അത് മറക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് വൈജയന്തി ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അലീനയുടെ റൂമിൽ പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരും വരാൻ പാടില്ല എന്ന്, നീ കാരണമല്ലേ അവർ ഇവിടെ ഈ വീട്ടിൽ വന്നതെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അടിക്കുന്നുണ്ട് വൈജയന്തി അലീനയെ. ഇത് കണ്ടുകൊണ്ടുവന്ന ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരുക്കിയ ഈ ഒരു പ്രശ്നം കാരണം ഞാൻ ഈ വീട് വിട്ടിറങ്ങിയതാ, ഇനിയും നീ കാരണം ഈ വീട് വിട്ട് ഇറങ്ങാൻ കാരണമാകരുത് എന്ന് പറയുന്നുണ്ട്.